നമസ്കാരം. ഇന്ത്യയും ചൈനയും തമ്മിൽ പൂർണ്ണമായും ഒരു സാഹോദര്യ ബന്ധമല്ല നിലനിൽക്കുന്നതെങ്കിലും ചൈനീസ് ഉൽപ്പന്നങ്ങളും നിർമ്മിതികളും നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. ചൈനയുടെ ആയുധ നിർമ്മാണവും പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങളും ലോകരാജ്യങ്ങളിൽ അതിശയമുണർത്താറുണ്ടെങ്കിലും അവയെല്ലാം അതീവ ശ്രദ്ധയോടെയാണ് ഓരോ രാജ്യവും വീക്ഷിക്കുന്നത്. ഇപ്പോഴിതാ ഏറെ കൗതുകകരമായൊരു പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്ത് ശ്രദ്ധ നേടുകയാണ് ചൈന. കൊതുകിന്റെ വലിപ്പവും രൂപവുമുള്ള പുതിയ മൈക്രോ ഡ്രോണുകളാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. ചെറുതും ഒതുക്കമുള്ളതുമായ ഡ്രോണുകളാണ് മൈക്രോ ഡ്രോണുകൾ. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ആണ് ചൈനീസ് പ്രതിരോധ വിദഗ്ധർ സാധ്യമാക്കിയ ചെറു കൊതുക് ഡ്രോണുകളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. മധ്യ ചൈനയിൽ ഉൾപ്പെട്ട ഹുനാൻ പ്രവിശ്യയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജി എന്ന NUDT-യിലെ റോബോട്ടിക്സ് ലബോറട്ടറിയാണ് ഈ കുഞ്ഞൻ ഡ്രോണിന്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ മുൻനിർത്തിയാണ് പ്രധാനമായും ഇവയുടെ വികസനത്തിനായുള്ള ഗവേഷണങ്ങൾ നടത്തിയതെങ്കിലും സൈനിക പ്രതിരോധ രംഗത്തെ പ്രവർത്തനങ്ങൾക്കായി മാത്രമല്ല മറ്റ് ആവശ്യങ്ങൾക്കായും ഈ ഡ്രോണുകൾ പ്രയോജനപ്പെടുത്താനാകും. ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യശക്തികൾ പ്രതികൂല അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വേളയിൽ ഇത്തരം ഡ്രോണുകളുടെ സേവനം നിർണായകമായി തീരുമെന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. ഏകദേശം 1.3 സെന്റിമീറ്റർ നീളം മാത്രമുള്ള ഈ കൊതുക് രൂപ ഡ്രോണിന്റെ ഇരുവശവും ഇലകൾക്ക് സമാനമായ 2 ചിറകുകളും 3 നേർത്ത കാലുകളുമുണ്ട്. സ്മാർട്ട് ഫോണിനാലാണ് ഇവ നിയന്ത്രിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. വലിപ്പത്തിൽ യഥാർത്ഥ പ്രാണിയെ പോലെ തോന്നിപ്പിക്കുന്ന ഇവ റഡാറുകൾ പോലുള്ള അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിക്കും. സ്റ്റേറ്റ് മീഡിയ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിലൂടെയാണ് റോബോട്ടിക് കൊതുകിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഈ വീഡിയോ പുറത്തുവന്നതോടെ ചൈനയുടെ പുതിയ ചാരക്കൊതുക് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഇപ്പോൾ സാധ്യമാക്കിയിരിക്കും വിധമുള്ള മിനിയേച്ചർ ബയോണിക് റോബോട്ടുകൾ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യുദ്ധസമയത്തെ വിവരങ്ങൾക്കും നിരീക്ഷണത്തിനും ഏറെ ഉപകാരപ്രദവും അനുയോജ്യവുമാണെന്ന് NUDT-യിലെ ഗവേഷക വിദ്യാർത്ഥിയായ ലിയാങ് ഹെക്സിയാങ് ചൈന സെൻട്രൽ ടെലിവിഷന്റെ സൈനിക ചാനലായ CCTV-യോട് പറയുകയുണ്ടായി. അതേസമയം ഇവയിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ബാറ്ററികൾ ചെറുതായതിനാൽ പറക്കൽ സമയം കുറവാണെന്ന ന്യൂനത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ബാറ്ററി ലൈഫ് വർദ്ധിപ്പിച്ച് സെൻസർ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൂടി സംയോജിപ്പിച്ച് ഈ മൈക്രോ ഡ്രോണുകളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ചൈനീസ് ഗവേഷകർ തിരിഞ്ഞിരിക്കുകയാണ്. ആഗോളതലത്തിൽ യുദ്ധമുഖങ്ങളിൽ ഡ്രോണുകളുടെ സാധ്യത ഏറി വരുന്നതായാണ് കണ്ടുവരുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രയേൽ ഇറാൻ യുദ്ധവും അക്കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിനാൽ തന്നെ ഇന്നത്തെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ സൈനിക ശേഷിയേക്കാൾ സാങ്കേതിക മേന്മയ്ക്കാണ് പ്രാധാന്യം. റഷ്യ 2022 ഫെബ്രുവരിയിൽ യുക്രൈനെതിരെ യുദ്ധം തുടങ്ങിയ ശേഷം യുക്രൈന്റെ സ്പൈഡർ വെബ് എന്ന് പേരിട്ട ഡ്രോൺ ആക്രമണങ്ങളിൽ പതറുകയുണ്ടായി. അങ്ങനെ യുദ്ധം എന്നത് സൈനിക ബലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലെന്നും അതിന് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൂടി അത്യാവശ്യമാണെന്നും ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത്തരം പശ്ചാത്തലത്തിലാണ് ചൈന തങ്ങളുടെ രഹസ്യ ആയുധങ്ങളിലൊന്ന് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതേസമയം ചൈന ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്ന കൊതുകിന് സമാനമായ മൈക്രോ ഡ്രോണുകൾ ഉപയോഗിച്ച് പാസ്വേഡുകൾ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ കുറ്റവാളികൾക്ക് കഴിയുമെന്ന് പ്രതിരോധ ഗവേഷകനായ തിമോത്തി ഹിത്ത് മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരം രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ കുറ്റവാളികളുടെ കയ്യിലെത്തിയാൽ അത് കൂടുതൽ അപകടകരമായി മാറുമെന്ന് നെറ്റിസൺസും പ്രതികരിക്കുകയുണ്ടായി. ഗൂഗിളിലെ മുൻ ഉദ്യോഗസ്ഥയും ഫ്യൂച്ചറിസ്റ്റുമായ ട്രേസി ഫോളോസ് പറയുന്നത്, മാരകമായ വൈറസുകളോ മറ്റ് ദോഷകരമായ അപകട വസ്തുക്കളോ ഇത്തരം ഡ്രോണുകളിൽ ഘടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ഇതുപോലുള്ള മൈക്രോ ഡ്രോണുകൾക്ക് ഒരു ദിവസം മുഴുവൻ മനുഷ്യന്റെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുമെന്നും അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ സംഭാഷണങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും പാസ്വേഡുകൾ മോഷ്ടിക്കുന്നതിനും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ഇത്തരം മൈക്രോ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത ഏറെയാണെന്നും ചിലർ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായപ്പെടുകയുണ്ടായി. ചൈനയെ പോലെ തന്നെ വിവിധ ലോകരാഷ്ട്രങ്ങൾ മൈക്രോ ഡ്രോണുകളുടെ വികസനം സാധ്യമാക്കിയിട്ടുണ്ട്. US, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യയും നൂതന ശേഷിയുള്ള ഡ്രോണുകളുടെ വികസനത്തിൽ ശ്രദ്ധയൂന്നി വരികയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.